നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ഇത് വീക്കെൻഡ് അല്ല, സാറ്റർഡേ നൈറ്റ് അല്ല, സൺഡേ നൈറ്റ് അല്ല, ചൊവ്വാഴ്ച രാത്രിയാണ്. ഇന്നത്തെ ദിവസം നവി മുംബൈയിലെ DY പാട്ടീൽ സ്റ്റേഡിയത്തിൽ ആരാധകർ തിങ്ങി നിറയണമെങ്കിൽ അതിനൊറ്റ കാരണമേ ഉള്ളൂ. സാക്ഷാൽ മാസ്റ്റർ ബ്ലാസ്റ്റർ സച്ചിൻ ടെണ്ടുൽക്കർ കളിക്കാനിറങ്ങുന്നു. കൂടെ യുവരാജുണ്ട്, യൂസുഫ് പത്താനുണ്ട്, ഇർഫാൻ പത്താനുണ്ട്. അങ്ങനെ ആ സൂപ്പർ താരങ്ങൾ ഇറങ്ങുമ്പോൾ അവരെ കാണാൻ ഇപ്പോഴും ആരാധകർ തടിച്ചുകൂടുന്നു. ജിയോ ഹോട്ട്സ്റ്റാറിലെ 1 കോടിക്ക് മുകളിലായിരുന്നു കാഴ്ചക്കാർ. ISLൻ്റെ കളി കാണിക്കുമ്പോൾ ലക്ഷത്തിൽ മാത്രമാണ് ഒതുങ്ങാറുള്ളതെന്ന് ഓർക്കുക. ഈ വെറ്ററൻ താരങ്ങളുടെ ക്രിക്കറ്റ് കാണാൻ പോലും ആരാധകർ തിങ്ങിക്കൂടുന്നു എന്നർത്ഥം. അങ്ങനെ തിങ്ങിക്കൂടി ആരാധകരെ നിരാശപ്പെടുത്തുന്നില്ല ഈ താരങ്ങൾ എന്നതുകൂടി കാണണം. സച്ചിൻ ടെണ്ടുൽക്കറുടെ സൂപ്പർബ് ഇന്നിങ്സ്, ആ ക്ലാസിക് ഷോട്ടുകൾ കൊണ്ടൊക്കെ ആരാധകരുടെ മനം നിറച്ചു. യുവിയുടെ അവസാന ഘട്ടത്തിലെ പൊളിച്ചെടുക്കൽ എല്ലാം കൂടിയായപ്പോൾ IML T20 ഇംഗ്ലണ്ടിന് ഇന്ത്യൻ മാസ്റ്റേഴ്സ് തകർത്തിരിക്കുകയാണ്. 9 വിക്കറ്റിന് തകർത്തിരിക്കുകയാണ്. തുടർച്ചയായ 2ാം വിജയമാണ് ഇന്ത്യൻ ടീം സ്വന്തമാക്കിയിരിക്കുന്നത്. മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് ആകെ സ്കോർ ചെയ്തത് 132 റൺസാണ്. 8 വിക്കറ്റ് നഷ്ടത്തിൽ അവർ 132 റൺസ് മാത്രമാണ് അടിച്ചത്. നായകൻ ഓയിൻ മോർഗൻ 13 പന്തിൽ നിന്ന് 14 റൺസ്. വെടിക്കെട്ട് ബാറ്ററായിരുന്ന വിക്കറ്റ് കീപ്പർ ഫിൽ മസ്റ്റാർഡ് 12 പന്തുകൾ നേരിട്ടെടുത്തത് 8 റൺസാണ്. ടിം അംബ്രോസ് 22 പന്തിൽ നിന്ന് 23 റൺസ്. ഡാരൻ മാർഡി 24 പന്തിൽ നിന്ന് 25 റൺസ്. അദ്ദേഹമാണ് അവരുടെ ടോപ്പ് സ്കോറർ. ടിം ബ്രിസ്നൈന് 19 പന്തുകൾ 16 റൺസ്. മറ്റൊരു വെടിക്കെട്ട് ബാറ്ററായിരുന്ന ദിമിത്രിയസ് മസ്കരാനസ് 9 പന്തിൽ നിന്ന് 6 റൺസ് മാത്രമാണ് എടുത്തത്. സ്കോഫീൽഡ് 18, ട്രംലെറ്റ് 16 എന്നിവരുടെ സംഭാവന വന്നതുകൊണ്ട് മാത്രമാണ് അവർ 132 റൺസിലേക്കെങ്കിലും എത്തിയത്. ഇന്ത്യക്ക് വേണ്ടി ധവാൽ കുൽക്കറിന് 3 വിക്കറ്റുകൾ വീഴ്ത്തിയപ്പോൾ അഭിമന്യു മിഥുനും നേഗിയും 2 വീതം വിക്കറ്റുകൾ എടുത്തു. വിനയ് കുമാർ 1 വിക്കറ്റ് എടുത്തു. ഇർഫാൻ പത്താൻ 4 ഓവറിൽ 25 റൺസ് വിട്ടുകൊടുത്തു. അദ്ദേഹത്തിന് വിക്കറ്റുകൾ ലഭിച്ചില്ല. മറുപടി ബാറ്റിങ്ങിൽ ഇന്ത്യ പൊളിച്ചെടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഗുർക്രിത് സിംഗ് മന്നും സച്ചിൻ ടെണ്ടുൽക്കറും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ട്, സച്ചിൻ്റെ മനോഹരമായ ബൗണ്ടറികൾ, ആരാധകരെ പഴയകാല ഓർമ്മകളിലേക്ക് കൊണ്ടുപോയ ബൗണ്ടറികൾ. 5 ഫോറുകൾ അദ്ദേഹം അടിച്ചു. 25 പന്തുകളിൽ നിന്ന് 5 ഫോറും 1 സിക്സറും അടക്കം അദ്ദേഹം 34 റൺസ് എടുത്ത ശേഷമാണ് സ്കോഫീൽഡിൻ്റെ പന്തിൽ അംബ്രോസ് പിടിച്ച് പുറത്താവുന്നത്. അപ്പോൾ ഒരു ഭാഗത്ത് ഗുർക്രിത് സിംഗ് മന്ന് പൊളിച്ചടുക്കിയ പ്രകടനം നടത്തിയിട്ടുണ്ട്. അദ്ദേഹമാണ് ടോപ്പ് സ്കോറർ, അത് നമ്മൾ മറക്കുന്നില്ല. 35 പന്തിൽ നിന്ന് 10 ഫോറും 1 സിക്സും അടക്കം 63 റൺസ് അടിച്ച് ഗുർക്രിത് സിംഗ് മന്ന് ടോപ്പ് സ്കോററായിട്ട് പുറത്താകുന്നു. അവസാന ഘട്ടത്തിലൊക്കെ അവസാന റണ്ണുകളൊക്കെ അടിച്ചെടുത്ത് അദ്ദേഹമാണ് 6ഉം 4ഉം ഒക്കെ അടിച്ചുകൊണ്ട് അദ്ദേഹമാണ് കളി അങ്ങ് തീർത്തത്. പക്ഷേ മറുഭാഗത്ത് യുവരാജ് ഉണ്ടായിരുന്നു. സച്ചിൻ പോയ ശേഷം വന്ന യുവരാജും ഒട്ടും മോശമാക്കിയില്ല. അദ്ദേഹത്തിൻ്റെ മനോഹരമായ ട്രേഡ് മാർക്ക് ഷോട്ടുകൾ നമ്മൾ കണ്ടു. 14 പന്തിൽ നിന്ന് 4 ഫോറും 1 സിക്സറും അടക്കം 27 റൺസ് അടിച്ച് അദ്ദേഹം പുറത്താകാതെ നിന്നു. ഇന്ത്യ വെറും 11.4 ഓവറുകളിൽ വിജയലക്ഷ്യം മറികടന്നു. 9 വിക്കറ്റിൻ്റെ തകർപ്പൻ ജയം സ്വന്തമാക്കി ഇംഗ്ലണ്ടിനെ വലിച്ചു കീറി ഓട്ടിച്ചിരിക്കുകയാണ്. ഇവിടെ അവസാനിക്കുന്ന ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ്.